ഹായ് ശ്രീശാലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഡേറ്റ് 27-ാം തീയതി നമ്മൾ ഇന്നലെ അവിടെ അലിഗേറ്റർ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇന്നലെ വീട്ടിലേക്ക് വന്നു. പിന്നെ എങ്ങോട്ടും പോയില്ല. നല്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങി. അപ്പം ഇന്ന് ബീച്ചിലുള്ള പരിപാടിയാണ്. തീരുമാനമായിട്ടില്ല, ഇപ്പോഴാണ് ഇറങ്ങണേ തീരുമാനമായിട്ടില്ല. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായി. സൗത്ത് ബീച്ചിൽ പോകണം എന്നാണ് പ്ലാൻ ചെയ്തേക്കണേ. ഇവിടുന്ന് ഒരു 32 മിനിറ്റ് ഉള്ളൂ ദൂരം, മയാമി സൗത്ത് ബീച്ച്. അപ്പോൾ നോക്കാം എന്താണ് ഇന്നത്തെ പരിപാടി. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്താ നോക്കട്ടെ, എപ്പോഴും ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. എല്ലാവർക്കും സൗകര്യം നോക്കിയിട്ട് ഇറങ്ങണം. നല്ല തിരക്കുണ്ടാവും മയാമി ബീച്ചിലേക്ക് പോകുമ്പോൾ. പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ചയും കൂടിയാണ്. പോവാ. ഈ ഡ്രസ്സ് മതിവാ, എന്നാ വേഗം ഡ്രസ്സില് നമുക്ക് ഇറങ്ങാം. ചെരുപ്പ് എവിടെ? വാ വാ വാ. മൂല അടിപൊളി ഓംലെറ്റ് അടിക്കണ്ട്. നമുക്ക് ബ്രെഡ് ഓംലെറ്റ് ആണെന്ന് ഫുഡ്. ചായ ഉണ്ടായില്ല. 2 ദിവസം കൂടെ ഉള്ളു, 29-ാം തീയതി തിരിച്ചു വേണ്ടേ? ആമി ചായ വേണ്ട എനിക്ക്? കാപ്പി പാല ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ് ഒന്നും ഇല്ല. അങ്ങനെ നമ്മുടെ ടൂറ് ഏകദേശം അവസാനിക്കാറായിട്ടാണ്. നാളെയും കൂടെ ഉള്ളു പരിപാടി. ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കീ വെസ്റ്റ് കഴിഞ്ഞ് തിരിച്ച് ഇത്രയും ഓടിക്ക് പോകണം. തിരിച്ച് ഇതേപോലെ റൂമിൽ പല ഹോട്ടലുകളിൽ താമസിച്ച് ഒരു 3 ദിവസം കൊണ്ട് അവിടെ എത്തണം. 31-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി അവിടെ എത്താനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ള. 31-ാം തീയതി എത്താൻ പറ്റുമെന്ന് വിചാരിക്കണം. അങ്ങനെ ഞങ്ങളുടെ ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുക 5-നാണ്. പിന്നെ അവിടെ എത്തിയ കുറച്ച് ദിവസം വിശ്രമിക്കാമല്ലോ, അങ്ങനെയുള്ള പ്ലാൻ. അങ്ങനെ എവിടെ അടുത്ത ഗുഡ് മോർണിംഗ്? എവിടെ ഗുഡ് മോർണിംഗ്? എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? സൂപ്പറായിരുന്നോ? അടിപൊളി. 47-ന് നമ്മൾ ഇറങ്ങുകയാണ്. റോഷേട്ടൻ്റെ ഫാമിലി കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർ വണ്ടി എടുക്കണം. അപ്പോൾ ഞങ്ങളൊരു ഊബറെ വിളിച്ചേക്കണേ. ഇതാണ് വണ്ടി. അപ്പോൾ അത് വാ. ശരി റോഷേട്ടാ. അതെ, നമ്മുടെ വണ്ടി വന്നു. നമ്മൾ ഊബറിലാണെന്ന് പോണേ. അപ്പോൾ അവർ പിന്നെ ജോയിൻ ചെയ്തോളും റോഷേട്ടൻ. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്ര നേരം പിടിക്കടി? അരമണിക്കൂർ അല്ലേ? 30 മിനിറ്റ്സ്. ഓക്കെ. ഊബറിൽ ഏകദേശം $27 കാണിക്കണേ. അരമണിക്കൂറിൻ്റെ എത്തും. പക്ഷെ ബസ്സുണ്ട് ഇവിടുന്ന്. ബസ്സിലാണെങ്കിൽ എന്താ വെച്ചാൽ 2 മണിക്കൂർ എടുക്കും. അപ്പോൾ പിന്നെ സമയം വെറുതെ കളയേണ്ട വെച്ചിട്ടാണ് ഞങ്ങൾ ഇതന്നെ എടുത്തത്. ആമിക്കുട്ടി, നമുക്ക് എന്താ പരിപാടി ഇന്ന് അവിടെ പോയിട്ട്? ബീച്ചിൽ പോയിട്ട് അടുത്ത് എന്നിട്ട് നോക്കാം അല്ലേ? ഈ പോണ സൗത്ത് ബീച്ചാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബീച്ച് മയാമിയിൽ. അപ്പം അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ട്രാഫിക് ഉണ്ടാവും എന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് ശനിയാഴ്ച. അവിടെ വണ്ടിയും പിന്നെ നോക്കിയിട്ട് എടുക്കണം. ശേഷം അവരെ അറിയിക്കണം. അവിടെ വെക്കാൻ പാർക്കിംഗ് സ്ഥലം ചിലപ്പോൾ ഉണ്ടാവില്ല. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, വെറുതെ വെക്കാനും കാശ് കൊടുക്കണം. അപ്പം നല്ലൊരു ഊബർ വിളിച്ചാൽ $27 എത്താം. ഓട്ടെ, നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാം. തെങ്ങുകളാണ് നമ്മുടെ നാട്ടിലെ പോലെ. നിറയെ തെങ്ങുകളുണ്ട് കേട്ടോ. കുറേ വ്യത്യാസമുള്ള വീടുകളല്ലേ, അമേരിക്കൻ വീടുകൾ തോന്നില്ല അല്ലേ? അടിപൊളി. പക്ക ഇന്ത്യൻ പോലെ ഉണ്ട്, ഇന്ത്യയുടെ പോലെ ഒരു ഫീല്. തെങ്ങുകളും നല്ല രസമുണ്ട് സ്ഥലം. പാലക്കാട് പോലെ. ആണോ? നല്ല സെൻട്രി വീടുകൾ. ഓ, സിറ്റി ടൂർ ബസ്സൊക്കെയോ? ഇതൊക്കെ സിറ്റി ടൂർ ബസ്സസാ. Lincoln Road. You say like 2 more blocks over there. It's a boulevard. You can walk everywhere. നമുക്ക് ദൈവം കിടക്കണ്ടാവുക, വണ്ടി കിടക്കുന്നുണ്ടാവില്ല അല്ലേ? നമുക്ക് നിറയെ തെങ്ങുകളല്ലേ? രസം കിട്ടൂടെ? അങ്ങോട്ട് നടക്കാം. സൈക്കിളൊക്കെ എടുത്ത് ഇങ്ങനെ പോകാട്ടോ നമുക്ക്. എല്ലാം എടുത്തില്ലേ വണ്ടിന്ന്?
ഓ ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അടിപൊളി. നല്ല തെങ്ങ്. ഈ അങ്ങടാ പോണ്ടേ ഫസ്റ്റ്? ഈ വഴിക്കാണോ പോണ്ടേ? ഇവിടേക്കല്ലേ പോയോക്കല്ലേ? ഓ അമൂല്യ അവിടെ നല്ല ഭംഗിയുണ്ടല്ലോ അത്. അതിൻ്റെ ഇടയിൽ കൂടെ അല്ലേ? ആദ്യം ഇങ്ങോട്ട് പോയി നോക്കാം. ഷർട്ടൊക്കെ ഇടാത്ത ഒരാള് ഓടണണ്ട. ഓഹ് നല്ല വെയിലുണ്ട്, അതാണ് ആകെയുള്ളൊരു ബുദ്ധിമുട്ട്. അതിലും കുഴപ്പമില്ല. നമ്മൾ വന്ന വിൻ്ററിൽ നിന്ന് നോക്കുമ്പോൾ ചൂട്. തെങ്ങ് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളിത് ബീച്ച് സൈഡിലേക്ക് പോവാണ്. ഇവിടെ നല്ല തിരക്ക് കണ്ടിട്ടാ, നല്ല വ്യൂ കിട്ടും അവിടെ. കാണാല്ലേ അമ്മ എന്നാ ബീച്ചത്. എങ്ങനെയുണ്ട് ബീച്ച്? എന്താ ബീച്ച്, കുറെ നാളായി ബീച്ച് കണ്ടിട്ട്, അതാണ് കാര്യം. രണ്ടുപേരും വരുന്നു ബീച്ചിലെ. ആമിക്കൊരു കണ്ണാടായിരുന്നു അല്ലേ? ബീച്ച് സൈഡിക്ക് അറ്റത്തേക്ക് പോയല്ലോ വലിയ. വാ അടിപൊളി. ഇതൊക്കെ ഇങ്ങനെ ടെൻ്റ് അടിച്ച ആൾക്കാർ ഇരിക്കാം. ഇന്ന് തിരക്ക് കുറവാണ്, ആരും കാണാമല്ലോ അല്ലേ അധികം. ഈ സമയമായി ഉണ്ടാവോ? ആ പാർക്കിങ് ശരിക്കും ബുദ്ധിമുട്ട് തന്നെയല്ലേ? മണല് മണല് മണല്. എന്താ ഇല്ലേ. അവിടെ വലിയൊരു ഫ്ലാറ്റുകളുണ്ട് കേട്ടോ. വെള്ളം കണ്ടോ? ആൾക്കാർ നീന്തുന്നുണ്ട് കേട്ടോ. അമ്പോ അറ്റത്തൊക്കെ ആൾക്കാർ നീന്തുന്നുണ്ട്. അങ്ങോട്ടൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ട്. നമ്മൾ കറക്റ്റ് തിരക്ക് കുറച്ച് കുറവുള്ള സ്ഥലത്താണ്. ഇതാണ് ബീച്ച്, സൗത്ത് ബീച്ച് മയാമി. അറ്റത്ത് കുറേ ബോട്ടുകൾ പോകുന്നുണ്ട്. ഇവിടെ കുറേ പരിപാടികളുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കണം. ഒരു ദിവസം കൊണ്ടൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന പരിപാടികളാവില്ല. കുറേ പരിപാടികളുണ്ട് കേട്ടോ ഇവിടെ. അടിപൊളി. രണ്ടുപേരും കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങണ്ട്. കാല് നനയ്ക്കാനാണ്ട വെള്ളത്തിൽ ഇറങ്ങണമെന്നില്ല. നല്ല തണുപ്പുണ്ട്. ഒരു 4 പ്ലെയിനുകൾ ചെയ്യണ അഭ്യാസങ്ങളുണ്ട് കേട്ടോ അവിടെ. അടിപൊളിയായിട്ട് ഇങ്ങനെ ബിൽഡിങ്ങുകൾ. നമുക്ക് അവിടെ ഒരു തണൽ കണ്ട് നമ്മളെ ഇടയിൽ കൂടെ, അതൊന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ശരിക്കും ഈവനിങ് വരണം, കുറച്ചും കൂടിയും ചൂട്. പക്ഷെ വെള്ളം നല്ല തണുപ്പാട്ടാ അല്ലേ? അല്ലേ വെള്ളം ഒരു രക്ഷയില്ല, അടിപൊളി തണുപ്പ്. അതിപ്പോ വെള്ളത്തിൽ ഇറങ്ങാൻ നല്ല രസാ അല്ലേ? കയറിയിട്ടില്ല. വേറെ കുറെ പല ഭാഗങ്ങളുണ്ട്, നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങണം എന്നുണ്ട്. നോക്കട്ടെ, പോണ വഴികള് ഒപ്പിയെടുക്കാണ്. ഇവിടുന്ന് നമ്മളൊരു നല്ല രസമുള്ള സ്ഥലം കണ്ടു നോക്കുക. ഇവിടേക്ക് ഇങ്ങനെ നടക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒക്കെ ഒരു ബീച്ച് സൈഡുകളാവും. നോക്കാം. മറ്റേ ശ്രീനിവാസൻ മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിങ്ടൺ DC ടു മയാമി ബീച്ച്. ആ ബീച്ചാണ് കേട്ടോ മയാമി ബീച്ച്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും വരാം. അമൂര് ഓന്ത് നോക്ക്. അമൂല് അമൂര് ഓന്ത്. ഓ വാ. നമ്മൾ എങ്ങടാ ഇപ്പോൾ പോകണ്ടേ? അവിടെയൊക്കെ എങ്ങനെയാണ് റോഡുകൾ? അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട്. ഡബിൾ ഡെക്കർ ബസ് വരുന്നുണ്ട്. ബസ് ടൂറാവും ചിലപ്പോൾ. ഇത് ഇതൊക്കെ കണ്ട മുകളിലൊക്കെ ആൾക്കാരുണ്ട്. ടൂറാവും.
ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ ഉള്ളത്. കുറേ വെറൈറ്റി റെസ്റ്റോറൻറ്റ്സ് കുറേ ഉണ്ട്. സോറി, തെങ്ങ് എല്ലാ സ്ഥലത്തും തെങ്ങുണ്ട്. പട്ടണത്തിലും തെങ്ങ് നിറച്ച് ഒരു പണിതുണ്ട്. മൊത്തം റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും പബ്ബുകളും. പിന്നെ ഇതിങ്ങനെ നടക്കാം ബീച്ച് സൈഡ്. പിന്നെ അവിടുന്ന് ഒരു പഴയ മോഡൽ കാറ് വരുന്നുണ്ട്. വാ, 2 നല്ല രസമുണ്ട്. 2 പഴയ മോഡൽ കാറുകൾ. ഫാമിലി ആണെന്ന് അറിയില്ല, അവർ റെൻ്റ് എടുത്ത് അറിയില്ല. നൈസ് ബിൽഡിങ്സുകൾ കണ്ടോ? നമ്മളെ പോണ്ടിച്ചേരിയിലൊക്കെ ഉള്ള പോലെ പല പല കളറായിട്ടുള്ള ഇതാണ്. ഇരിക്കണ M സീരീസ് M4 ആണ് കേട്ടോ വണ്ടി. M4 ഇത് അടിപൊളിയായിട്ട് കേട്ടോ. ഇവിടെ ഉണ്ട് 2 പനകള്. ഇവിടെ നേരെ ഇങ്ങനെ കടന്നിട്ടുള്ള എൻട്രൻസ് ആണ് അങ്ങോട്ട് കേട്ടോ. നോക്കാം, നല്ല എൻട്രൻസ് വ്യൂ. ഇവിടുന്നൊക്കെ നമ്മൾ മുൻപ് വന്ന സ്ഥലം തന്നെയാണല്ലോ ഇത്. ഇത് നമ്മൾ മുമ്പ് വന്ന സ്ഥലം തന്നെയല്ലേ? അമ്മല്ലേ, ഇത് നമ്മൾ മുമ്പ് വന്ന സ്ഥലം തന്നെയല്ലേ? ആ അപ്പുറത്തുകൂടെ നമ്മൾ കയറിയെന്നല്ലേ? ഇതിപ്പുറത്തുകൂടെ കയറണമെന്നുള്ളൂ. ഞങ്ങോട്ട് നടന്നാലോ? അല്ല, ആ വഴി കൂടെ ഇങ്ങനെ നടന്നെത്താൻ പറ്റും. കണ്ടേ ഇങ്ങനെ വരണുണ്ടോ? ഇങ്ങനെ നടന്നു വരാൻ പറ്റും. വാ, നമുക്ക് ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ ഒരു വഴിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബീച്ചിലേക്ക് നമുക്ക് ഇങ്ങനെയും പോവാം. ഇതൊക്കെ ഇപ്പോൾ ബീച്ച് തന്നെ. പല വ്യൂസുകൾ ഇങ്ങനെ സൈഡിൽ കൂടെയും കുറേ കാണാത്ര തന്നെയുള്ളൂ. ഉണ്ടോ അവിടെയൊക്കെ എത്ര കൊടകൾ ചെയ്യുന്നുണ്ട് ആൾക്കാർ. തിരക്ക്, ഇവിടെയൊക്കെ തിരക്കായി. നമ്മൾ കഴിഞ്ഞ മഞ്ഞയിലായിരുന്നു, അവിടേക്ക് പോയി. ഓ, ഇവിടെ നമുക്ക് എന്താ തെങ്ങുകളാണ്. എനിക്ക് എത്ര തെങ്ങറിയോ? അങ്ങനെ ഇത്രയും ബിൽഡിങ്ങുകൾ ഇങ്ങനെ ചുറ്റുമുണ്ട് കേട്ടോ. ഇത് എത്ര കുറേ ഉണ്ട് കേട്ടോ ഈ സാധനം. ബീച്ചിൽ തിരക്ക് കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബീച്ചിൽ അവിടെ പാരാസൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം, ചെയ്താലോ? നല്ല രസമാവും. പാരാസൈലിംഗ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അത് ഇരിക്കാന്ന് വിചാരിച്ചു കേട്ടോ, നല്ല വെയിലും കൊണ്ട്. ഇവിടെ സൈക്കിൾ എടുത്തും ഇങ്ങനെയൊക്കെ ചെയ്യാട്ടോ. ഇങ്ങനെയുള്ള വണ്ടികൾ എടുത്തിട്ടും ഇതൊക്കെയാണ് ബീച്ച് കാഴ്ചകൾ. ഞങ്ങളുടെയൊക്കെ പോയാൽ പാരാസൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിട്ടേക്ക്. പക്ഷെ അത് ഇവിടുന്ന് കുറച്ച് ദൂരെ കാണിക്കണേ. നമുക്ക് അങ്ങോട്ട് എങ്ങനെ എത്തിപ്പെടാൻ നോക്കാം. പറ്റുമെങ്കിൽ പാരാസൈലിംഗ് ചെയ്യണമെന്നുണ്ട്. പതിയെ ഇങ്ങോട്ട് നടന്നാലേ അവിടെ ഒരു 2 ഭാഗത്തും പച്ചപ്പായിട്ടൊരു ഏരിയ ഉണ്ട്, നല്ല തണലുള്ളത്. അവിടെ പോയൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ നടക്കണ്. ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഓടുണ്ട് കേട്ടോ. ഷർട്ട് ഇടാതെ കണ്ടോ. മുമ്പ് വന്ന വഴി തന്നെയാണ്. നമുക്ക് അവിടുന്ന് ലെഫ്റ്റ് ഒന്ന് പോകണം. ഇവിടേക്ക് ആ ഭാഗത്താണ് ആ തണലുള്ള ഏരിയ. അതെ, ഈ വഴിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കാടുകൾ നല്ല ഭംഗിയായിട്ട് രൂപമായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു വഴി കണ്ടു ഞാൻ. നോക്കി നോക്കാം. വെള്ളം തൊടാനാ? ഇവിടെ തണല് കിട്ടില്ല നമുക്ക്. നല്ല നമ്മളിപ്പോൾ വെള്ളം തൊട്ടില്ലേ കുറേ. ഇവിടെ നോക്ക് എന്ത് രസാ ബീച്ച്. ഇവിടെ നിന്നുള്ള വ്യൂ. ആ, അടിപൊളി. ഇവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അറ്റത്ത് കണ്ടോ ബോട്ട്, ഹെലികോപ്റ്റർ, പാരാസൈലിംഗ്. അവിടെ ഇത് പാരാസൈലിംഗ് കാണാണ്ട് കേട്ടോ. അവിടെ ഇവിടെ ബോട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാറുണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉള്ളൊരു ബീച്ചാട്ടോ അത് മയാമി. പല സൈഡിലാണെന്നുള്ളൂ നമുക്കറിയണം. ഇതവിടെ പാരാസൈലിങ്ങും പരിപാടികൾ. ഒരു ഹെലികോപ്റ്റർ പോകണതേ. വാ, ഞാൻ ജസ്റ്റ് വെള്ളം ഇനിയും കാണാന്ന്. വാ, ഇനി ഭക്ഷണം കഴിച്ചിട്ട് വെള്ളത്തിലിറങ്ങാം. വാ, ഭക്ഷണം കഴിക്കണ്ടേ? വിശന്നിട്ട് വിചാരിച്ചു. വാ. ആമി എങ്ങനെ പറക്കലടി അത്? അവൾ ഈ മണ്ണിൽ നിന്ന് എന്തൊക്കെയോ പറക്കിയെടുക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാവില്ല ഇവിടെ നിൽക്കാൻ? അത് കൂളില്ലേ? ചേട്ടാ നിൽക്കാം.
ഇവിടെ പാരാസൈലിംഗ് നടക്കുന്ന ഒരു സ്ഥലം. ഇന്ന് എത്ര ദൂരമുണ്ട്? 7 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു നോക്കാം. അവൻ്റെ ഓഫീസിലുള്ളതുകൊണ്ടേ. അപ്പോൾ ആമീനെ കയറ്റാൻ പറ്റുമെന്നൊന്നും അറിയില്ലോ. ആമീനെ കയറ്റാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. റോഷേട്ടൻ അവർ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യാനുള്ള പരിപാടിയാണ്. എത്ര റേറ്റ് നോക്കട്ടെ, ചിലപ്പോൾ നല്ല കത്തി റേറ്റ് ആവും, നോക്കണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അത് അന്വേഷിക്കാൻ പോവാണ് ഇപ്പം. എത്ര രൂപ? 85. രണ്ടുപേർക്ക് ഒരാൾക്ക് $85 പറയണേ. ആമി വാ. ആമിക്കുട്ടിയുടെ കുപ്പി മറന്നു വെച്ചു. ദേ വാടി വാ, വാടി ആമിക്കുട്ടാ, വാ വാ വാ, നമുക്ക് പോവാം. ഇവിടുന്ന് സ്ഥലം വരെ നടക്കാണ്ട് വാ. ഓടിക്കോമെടുത്തി. നല്ല വണ്ടി ഇരിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. ഫിയറ്റിൻ്റെ വണ്ടിയാണ്, ചെറിയ വണ്ടി. 500 ഓപ്പൺ ആയിട്ട് ഓൾട്ടർ ചെയ്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. കുറേ സ്കൂട്ടറുകളൊക്കെ ഇവിടെ ഉണ്ടോ. നമുക്ക് അതൊക്കെ റെൻറ്റ് എടുത്തിട്ട് ഇവിടെ മൊത്തം കറങ്ങാട്ടെ. അങ്ങനെ ഇവിടെ ഒരു ആഴ്ചയൊക്കെ വന്ന് നിൽക്കണം. ഇവിടെ വന്ന് ബീച്ച് സൈഡിലുണ്ട്, നല്ല തന്നെ എല്ലാ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാഴ്ചയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ദിവസമെങ്കിലും നിൽക്കണം. നമുക്കിപ്പോൾ ഒരു ദിവസമുള്ളൂ ബീച്ച് സൈഡിൽ. നാളെ ഇവിടുന്ന് നമ്മൾ കീ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും എൻഡിലേക്ക് നമ്മൾ നടക്കല്ലേ. കീ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എൻഡിലേക്ക് ഞങ്ങൾ ഡ്രൈവ് ചെയ്യണം. ബസ് എടുക്കണമെന്ന് തീരുമാനമായിട്ടില്ല. 1 സൈഡ് 4 hour ഉണ്ട് അവിടെ. അതാണ് അമേരിക്കയുടെ എൻഡ്. അവിടെ ഒരു പോയിന്റ് ഉണ്ട്, അമേരിക്കയുടെ ലാസ്റ്റ് എൻഡ് ഏരിയ. ഈ റൈറ്റ് സൈഡിലൊക്കെ വമ്പൻ ഹോട്ടലുകളാണ് റെൻ്റ് എടുത്ത് താമസിക്കാനുള്ളത്. ഹോട്ടലാണുള്ളത്. ഇവിടെ ചെറിയ വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട് ഇവരുടെ ഹോട്ടലിൽ. അടിപൊളിയാണിത്, നൈസ് ഹോട്ടൽ. ഇവിടെ കുറേ സൈക്കിളുകൾ നമുക്ക് റെൻ്റ് എടുക്കാം. ഓടിക്കാനുള്ള സൈക്കിളുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേ ഓഫീസ് തപ്പി നടക്കുകയാണ്. ഇവിടെ നോക്കണം. അവിടെ ഒരു ചേട്ടൻ നമ്മളെ കൈയോടെ പിടിച്ചു. ഈ വഴിയല്ല പറഞ്ഞു, വേറെ വഴിയാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ വഴി പോവാണ്. തൊട്ട് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഉള്ളിക്ക് പോകാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു. നോക്കിയേക്കാം. അപ്പോൾ അവർ പറഞ്ഞത് റെഡ് അംബ്രല്ലയുടെ അടിയിലാണ് വാട്ടർ സ്പോർട്സിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പറഞ്ഞ് നോക്കാം. പാരാസൈലിംഗ് ചെയ്യണം പറ്റുമെങ്കിൽ. ചെസ് അല്ലേ? ചെസ് കളിക്കാൻ സെറ്റപ്പ് ഉണ്ട് അവിടെ. ഇവിടെ കുറേ വാട്ടർ സ്പോർട്സുകൾ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന പല കളറിലുള്ള കുടകൾ അവരവരുടെ ബീച്ചുകളുടെ അവരവരുടെ ഹോട്ടലുകളായിട്ട് ബന്ധപ്പെട്ട് അവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ള കേട്ടോ. ഇപ്പം എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവർ ബീച്ചിൽ അവരുടെ ഗസ്റ്റിനുള്ളതാവും ഇതൊക്കെ ഓരോ കളറിലും. ഇവിടെ അല്ലേ പാരാസൈൽ. ഇതേ പാരാസൈലിൻ്റെ ഇവിടെയാവും ചോദിക്കാം. അവിടെ കണ്ടില്ലേ സ്പോർട്സുകൾ കുറേ നടക്കുന്നുണ്ട്, കുറേ സ്പോർട്ട് പരിപാടി ഉണ്ട്. അങ്ങനെ നമ്മൾ പാരാസൈലിൻ്റെ ടിക്കറ്റ് എടുത്തു. നല്ല കോസ്റ്റ് കാശ് കൂട്ടി. ഒരാൾക്ക് $100 അടുത്തുണ്ട്. അപ്പോൾ ഇതേ നമ്മളിത് ഇവിടുന്ന് ബുക്ക് ചെയ്യാണ്. ഇറങ്ങണ്ട, വെള്ളത്തിൽ ഇറങ്ങണ്ട, നമുക്കിങ്ങനെ നിൽക്കാം. അടിപൊളി. ഇതൊക്കെ നല്ല തിരക്കാട്ടോ ഈ ഭാഗത്ത്. ലെഫ്റ്റ് സൈഡിലൊക്കെ നല്ല തിരക്കുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ ഉണ്ട് നമുക്ക് ബോട്ടിങ് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. പാരാസൈലിംഗ് നമ്മളിത് ചെയ്യാൻ പോവാണ്. ആമി ഇതാണോ ആ ഗാംഷലാണോ ആമി? അങ്ങോട്ട് പോരുത്, നല്ല ക്ലീൻ വാട്ടറാ. ഓക്കെ, ക്ലീൻ അല്ലേ വാട്ടർ? നോ കെയർഫുൾ ആമി. നമ്മൾ പാരാസൈലിങ്ങിന് പോവാണ്. നമ്മൾ ആമി കയറ്. നമ്മളിങ്ങനെ പറക്കാൻ പോവാണ്. പോവാണ്. See the fish? A couple of small fish.
See what I was telling നല്ല ക്ലീൻ വാട്ടർ ആണ് കേട്ടാ. go today. When it's this nice, you just do it. ആമി അമല് ആമി All right. So you see that rope? നമ്മളതിലാണ് പറക്കാൻ പോണേ. നമ്മുടെ ബോട്ട് വന്നിട്ട് നമ്മൾ അതിലേക്ക് മാറി കയറും. പക്ഷെ അതിന്നാണ് കണക്ട് ചെയ്യുക. One second. Yeah, grab Connect that with your ചെയ്തു. hand right on your butt. നമ്മളിതിൽ കയറി. അടിപൊളി. നമ്മളിനി അതിലേക്ക് കണക്ഷൻ. നമ്മളടുത്തതാണ്. അടുത്ത് നമ്മളാണ്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഞങ്ങളാണ്. പാരാസൈലിങ്ങിന് പോവാണ്. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവരാണ് മുകളിൽ പറക്കണ 3 പേര്. ആമി റെഡിയില്ലേ? നമ്മളെത്ര ഉയരത്തിലാണ്? നമ്മൾ ടോപ്പിലാണ്. ആമുല് ഓ അടിയിൽ നോക്ക്. നല്ല തെളിഞ്ഞാള. ഓ എന്താ അടിയിലല്ലേ? വെള്ളത്തില് വീഴും. അതുകൊണ്ടാണ് ചെരുപ്പ് ഊരാൻ പറ്റും. ആമി ഹാപ്പി അല്ലേ? അടിയിൽ വരെ കാണാം. ഓ നൈസ്. കാണാൻ പറ്റുന്നത് പക്ഷെ ഫിഷിനെ കാണാൻ പറ്റില്ല. അയ്യോ നമ്മള് മൊത്തം മയാമി പകർത്തുണ്ട് കേട്ടാ. അടിപൊളി. നമ്മള് പതുക്കാൻ നല്ല ഹൈറ്റിലല്ലേ? കാലുകൾ കാണാ. നമ്മുടെ കാല്. നമ്മുടെ വീഡിയോ അടിപൊളി. ബീച്ച് കാണാമല്ലോ എല്ലാവർക്കും. ഞങ്ങളിങ്ങനെ ആകാശത്ത് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാന് ആമി അമൂല്യാവും ബോട്ട് കാണാം. ഹലോ ബോട്ട്. ഞങ്ങൾ ആകാശത്ത്. വാവ് നൈസ് എക്സ്പീരിയൻസ് അല്ലേ? എന്താ ഭംഗി. അവിടെയൊക്കെ ആൾക്കാർ കാണാട്ടോ നമുക്ക്. Hello
ഹലോ പീപ്പിൾ. വേറെ നൈസ് നൈസ്. ഹെലികോപ്റ്ററിന്റെ അടുത്ത് നമ്മൾ എന്താ ആമി ഒന്നുകൂടി. ആ കവറ് ടവറിന്റെ സൈസാണ് ഇപ്പോ. ഒരു കവറ് പറഞ്ഞു നോക്ക്. പ്ലെയിനുകളൊക്കെ അടുത്ത് കൂടെ പോണ പോലെ. എന്താ രസം. ഇത് മുതലായി അവിടെ ഒരു റൗണ്ട് ഉണ്ടാക്കണ കാമി. അവിടെ ബോട്ടിലവന്മാർ ചെയ്യണേ അവരോട് ചെയ്യണൊക്കെ. വാ അവരുണ്ടല്ലേ ട്രയാങ്കിൾ ഉണ്ടാക്കണുണ്ട്. നമ്മളടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. നമ്മുടെ കാല് മുട്ടിക്കും കുറച്ച് ഞാൻ. അടിപൊളിയാവും. ആമിക്ക് ഇത് ഇഷ്ടായി ആമി? ധൈര്യ പേടിയൊക്കെ മാറിയില്ലേ? നമ്മളിത് താത്തിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ നമ്മൾ താത്തിക്ക് പോവാണ്. നമ്മൾ ഇറങ്ങി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ. അടിപൊളി നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് നമ്മുടെ കാല് മുട്ടാൻ വെള്ളത്തിൽ. ഹാപ്പി അല്ലേ? ഇനിയും ചെയ്യേ ബോഡി. താങ്ക് യു. നമ്മൾ തിരിച്ച് നമ്മുടെ പഴയ ബോട്ടിൽ കയറി നമ്മൾ തിരിച്ച് കയറാൻ പോവാണ്. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ബീച്ചൊക്കെ അത്യാവശ്യം ഫുള്ളായിട്ടപ്പോൾ നിറയെ ആൾക്കാരായി. 1 മണിയാണ് ഉച്ചയ്ക്ക്. 1 മണി. വെള്ളമൊക്കെ ഉണ്ടോ? തിളങ്ങിക്കണുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എടുക്കണം. നന്നായി ഒന്നും എടുത്തിട്ട് പോകാൻ പറ്റില്ല നമുക്ക്. വെള്ളത്തിനടിക്കില്ലേ ഗോപ്രോ എടുത്തിട്ട് വൈകുന്നേരം ട്രൈ ചെയ്താലോ? ഇറങ്ങണം എന്ന് പറയണേ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. നല്ല രസമുണ്ട് ബീച്ച്. ബീച്ച് നല്ല ലൈവായി. ഉച്ച സമയം 1 മണി. ഇനി നമുക്ക് ഫുഡ് നോക്കാൻ വേണ്ടി ഇറങ്ങണം. ഇപ്പോൾ സമയം ഏകദേശം 1:28 ഉച്ചത്തെ ഭക്ഷണം കഴിക്കണം. രാവിലെ 2 ബ്രെഡും ഒരു ഓംലെറ്റ് എടുക്കുക. ഇനി നമുക്കിവിടെ ഒരു മെഡിറ്ററേനിയൻ. ഏത് ഹോട്ടലിൽ പോകണം? ഇന്ത്യൻ അല്ല മെഡിറ്ററേനിയനോ? മെഡിറ്ററേനിയൻ ഹോട്ടലിലേക്ക് പോവാണ്. ഇവിടെ അടുത്ത് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ കൂടുതലും സീ ഫുഡുകളാണ് കേട്ടോ. ധാരാളം സീ ഫുഡുകളുണ്ട്. നമ്മളിത് എത്താറായിട്ടുണ്ട്. കുറച്ചുകൂടി നടക്കാണ്ട്. ഭാഗത്ത് മയാമി ഗ്രോസറീസ്. ഈ ഭാഗത്താണോ? ഈ ഭാഗത്താണ് മെഡിറ്ററേനിയൻ കാണിക്കണേ. എന്താ കടത്ത്? അതേതാണോ മിയാമി? അല്ല, ആ ഇതാണോ അൽ ബാഷ ഗ്രിൽ? ഓ അൽ ബാഷ ഗ്രില്ലാണ്. വരടാ കേൾക്കാം. നോ, എനിക്ക് സ്മെല്ല് ഇഷ്ടമല്ലടാ.
കഴിക്കാം. മെനു ചെറിയൊരു ഹോട്ടലാട്ടോ. ഞാനൊരു ഫാൻ്റെ പറഞ്ഞു കേട്ടോ, നല്ലതാണ്. ഇത് നമുക്ക് ഷവർമ പ്ലേറ്റിലായിട്ട് തന്നേക്കണേ. ഷവർമ നമ്മൾ ഫുഡ് എന്താണ് ഷ്രിമ്പിൻ്റെ റാപ്പ് അല്ലേ? ഓക്കെ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഫുഡാട്ടോ. പ്രത്യേകിച്ചും കറികൾ നല്ല രസമുണ്ട്. 2 കറികൾ കിട്ടിയിട്ടുണ്ട്. റൈസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി ഫുഡാണ്, നല്ല സെലക്ഷൻ ആയ പോലെ. മെഡിറ്ററേനിയൻ ഫുഡ് തകർത്തു. എൻ്റെ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാ. ഇടുവേണ്ടത് എന്തൊരു ടേസ്റ്റ് അറിയോ? നമ്മളോരോ കട്ട്ലൈറ്റും കൂടി പറഞ്ഞിട്ടല്ലേ? കട്ട്ലൈറ്റ് അല്ല, ഫലാഫൽ എന്ന് പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞിട്ട് നോക്കി നോക്കാം. ആമിക്കുട്ടിക്ക് പറഞ്ഞിട്ടാട്ടോ, അവൾക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. മുഴുവൻ കഴിച്ചു. അച്ഛൻ കണ്ടില്ലേ, കംപ്ലീറ്റ് തീർത്തു തന്നത്. കട്ട്ലൈറ്റ് വന്നു. എടുത്തോ, പോർക്ക് വേണമെങ്കിൽ എടുത്തോ. എന്നാൽ കഴിച്ചോക്കെ എങ്ങനെയുണ്ട്? നീ ടേസ്റ്റ് പറയും. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ടേസ്റ്റ് കിട്ടിയില്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ, ഇഷ്ടമായി? ഓ, അങ്ങനെ ഹെവി ഫുഡാണ് കഴിച്ചേട്ടാ. വയറ് നിറഞ്ഞു. ഇത് ഒന്ന് നടക്കുക. ഞങ്ങൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ, റോഷേട്ടനും ഫാമിലിയും ഈ ബീച്ചിക്കല്ല വരണേ. അവർ ഹോളിവുഡ് ബീച്ച് ഉണ്ട്. ഹോളിവുഡ് ബീച്ച് അല്ല, ഹോളിവുഡിലല്ലേ വരണേ? അപ്പോൾ അവിടേക്ക് ഒരു ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ എത്താമെന്നാ പറഞ്ഞത്. അപ്പം നമ്മളെന്ത് വിചാരിക്കുന്നു, നമുക്ക് ഇവിടുന്ന് നേരെ ഹോളിവുഡ് ബീച്ചിലേക്ക് പോവാം. വേണ്ടേ? ഇവിടുന്ന് 50 മിനിറ്റ്സ് ആണ് ഊബറിൽ കാണിക്കണേ. അപ്പോൾ അവിടെ എത്തിയാൽ റോഷേട്ടന് അവിടെ കാർ എടുത്തിട്ടാണ് വരണേ. നമ്മുടെ എക്സ്പെഡിഷൻ എടുത്തിട്ടാണ് വരണേ. അപ്പോൾ നമ്മൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളവിടെ എത്തുക. അതാണ് നമ്മുടെ പ്ലാൻ. നോക്കട്ടെ, കുറച്ച് നേരം ഇവിടെ നടന്നിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഊബർ വിളിച്ച് ഇവിടുന്ന് പോവാണ് നേരെ ഹോളിവുഡ് ബീച്ച്. ഇതാണ് മെയിൻ ബീച്ച്. ഹോളിവുഡ് ബീച്ചിൽ ഇത്രയും ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നൊക്കെ അറിയില്ല. എന്തായാലും എല്ലാ ബീച്ചുകളൊന്നും കാലൂത്താം എന്ന് വിചാരിച്ചു. ഇന്ന് ബസ് സർവീസ് ഉണ്ട്. ബസ് എന്താ വെച്ചാൽ 1.5-1.25 മണിക്കൂർ ടൈം എടുക്കും. അതാണ് പ്രശ്നം. അതുകൊണ്ട് ബസ് എടുക്കാതെ അങ്ങനെ നമ്മൾ നടന്ന് സ്ഥലം അടിപൊളിയുണ്ട്. വെയിലുണ്ടെങ്കിൽ നമ്മൾ ആ വെയിലിൻ്റെ ഫീൽ അറിയണില്ല. കാരണം എന്താ വെച്ചാൽ മൊത്തം ലൈവാണ് ഈ ബീച്ച് അല്ലേ? നമ്മൾ ഈ ഹോളിവുഡ് ബീച്ചിൽ പോകുമ്പോൾ ഇത്ര വൈബ് ഉണ്ടാവില്ല. ഇത് ലൈവാണ്. ഇവിടെ ഇപ്പോൾ രാത്രിയൊക്കെ എന്ത് രസമാണ് പറയുക. രാത്രി പറഞ്ഞാൽ ബീച്ച് സൈഡല്ല, ഈ ഒരു ഏരിയയിൽ ലൈറ്റിങ്ങും അടിപൊളി. ഓ, അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കണോ? മയാമി നമുക്ക് അങ്ങനെ കയറി വെക്കാം. ഡു നോട്ട് എൻ്റെ കാറിന് മാത്രമല്ല. വണ്ടി വരടി. അത് വന്നൂല്ലേ? നമുക്ക് ഞാൻ ഇവിടെ ക്രോസ് ചെയ്ത് നോക്കാം. അവിടെ മെക്സിക്കൻ ബീച്ച് എന്തൊക്കെയാണ് ഫുഡ് ആണ് കേട്ടോ. കുറെ ഉണ്ട് ഇവിടെ. ചിത്രപരിപാടികളൊക്കെ ഉണ്ട് എൻ്റെ സൈഡില്. ഇത് വാഷിങ്ടൺ അവന്യൂ ആണ് അല്ലേ? AV ക്രോസ് ചെയ്തു. ഇവിടെ എന്താ നോക്കി നോക്കാം. ഫുഡിന്റെ സ്ഥലടി റെസ്റ്റോറന്റ് ഏരിയകളാ. നടന്നു നോക്കാം. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട് ഈ സാധനം. എസ്പാനിയോല വേ, മയാമി ബീച്ച്, ലാറ്റിൻ അമേരിക്കത്തെ. അപ്പൊ അവരുടെ ഫുഡുകളാവൂല അവിടെ. നമുക്ക് നടക്കാന്നാവാ. പിന്നെ ഉള്ളിൽ എന്താ കയറി വെക്കാം. കുറച്ച് മുമ്പിൽ നടക്ക്. ഇതൊക്കെ ഫുഡിന്റെ ഏരിയ കേട്ടാ. വാവ്, ബിയർ അടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം. അടിപൊളി. ആമിക്ക് കയറിക്കോ. ഓ, ഫോട്ടോ എടുക്കർക്ക്. അടിപൊളിയാട്ടെ സ്ഥലം. ഉള്ളില് നല്ല പെടപെട സ്ഥലം. അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലം. നൈസ്, നല്ലതാണ്. നല്ല ബാറുണ്ട് ഇവിടെ. നൈസായിട്ട് വെള്ളമടിക്കാം. വാമി അതൊക്കെ
ഇവിടെയൊക്കെ എങ്ങനെയാണ് അതെത്തിയ അവസാനം എങ്ങനെയാണ്? ഏയ് ഇവിടെ ഒരു വണ്ടി ഇരിക്കുകയാണ്, വലിയ സ്കൂട്ടർ. ഓ അവിടെ എന്താ ബീച്ച് ഏരിയ? ചങ്ങട. അങ്ങനെ നമ്മൾ ഇങ്ങനെ നടക്കണം. നമുക്ക് ഇനി ഹോളിവുഡ് ബീച്ചിലേക്ക് വിട്ടാലോ? എന്ത് പറയണു? ബുക്ക് ചെയ്യല്ലേ? ബുക്ക് ചെയ്തോ? നമുക്ക് പോവാം. ഇവിടെ വെയിറ്റ് ചെയ്ത് കാണാം. നമ്മുടെ വണ്ടി കൊറോളയാണ് കേട്ടോ. എവിടെ എത്തിന്നോട്ടെ മാപ്പിൽ? ഓക്കെ, നമുക്ക് ഇവിടുന്ന് പോയിട്ട് ഹോളിവുഡ് ബീച്ചിലേക്ക് പോകാൻ. ഇപ്പോൾ ഇവിടെ പഴയ ആ സ്ഥലത്ത് തന്നെയാണ്. ഒരെണ്ണാണ് അല്ലേ? അങ്ങനെ നമ്മൾ സൗത്ത് മയാമിയോട് വിട പറയുകയാണ്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. അല്ല മല്ലേ? മയാമി ബീച്ചിനെ കുറിച്ച് നിനക്ക് എന്തൊക്കെയാണ് പറയാമെന്ന് പറയും ഇപ്പം നിനക്ക് അനുഭവിച്ചിട്ടുള്ളത്? മയാമി ബീച്ച് അടിപൊളിയാണ്, സൂപ്പറാണ്. കുറേ എന്താ ഭയങ്കര വൈബുള്ളൊരു ഏരിയ ആണിത് സൗത്ത് ബീച്ച്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. How many kilometers from Washington DC to Miami Beach? Kilometers and kilometers and kilometers. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. റെഡ് കളർ കാണിക്കണേ, നല്ല തിരക്കാണ് ഇവിടെ. എത്ര മിനിറ്റ് കാണിക്കണേ അവിടെ എത്താൻ? 23 മിനിറ്റ്. 3:34 അറിയാവ്. PM ഉണ്ടല്ലോ അല്ലേ? തറയി വഴി ഒന്ന് റീറൂട്ട് ചെയ്തു, വഴി തെറ്റി. പുതിയ നമ്മളിതിവിടെ അധികം തിരക്കൊന്നും തോന്നുന്നില്ല. ബീച്ചിൻ്റെ സൈഡ് എത്തിയിട്ട് താറായിട്ടാ. ഇവിടെ ഡൗൺ ടൗൺ ഷോപ്പിംഗ് സെൻ്റർ ഒക്കെ ഇവിടെ തോന്നുന്നു. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നല്ല നല്ല വീടുകളാണ്. നോർത്ത് ബീച്ചാണ്. നമ്മൾ രാവിലെ പോയത് സൗത്ത് ബീച്ച്, ഹോളിവുഡ് ബീച്ച് അല്ലേ? ഓ, നമ്മുടെ വീട് പോലത്തെ തന്നെ, പഴയ നമ്മുടെ നാട്ടിലെ വീടുകൾ പോലെ കുറേയൊക്കെ. ഓ, പറന്നു വരുന്ന വേണ്ടി സ്പീഡിൽ പിടിച്ചിട്ട് ആർമാദിക്കാണ് ലൈഫ് അല്ലേ? ബീച്ച് സൈഡിലുള്ള വീടുകളെ കാണാല്ലേ? എന്താ വീടുകളൊക്കെ നമ്മുടെ നാട്ടിലെ വീട് പോലെ അല്ലേ പോലെ ആ വീടുകളൊക്കെ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി നടക്കുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ നടക്കുകയാണ്. ഇതുണ്ടല്ലോ ഇവിടെയൊക്കെ അങ്ങോട്ട് പോയാലോ? അത് ഇങ്ങോട്ട് ആദ്യം പോയേക്കാം. വാ, ഈ വഴി ഒന്ന് പോയി നോക്കാം. ഹോളിവുഡ് ബീച്ചിവിടെ നല്ല കാം ആൻഡ് ക്വയറ്റ് ബീച്ചാണെന്ന് തോന്നുന്നത്. കൊള്ളാം. റോഷേട്ടനൊക്കെ എവിടെ നോക്കട്ടെ കേട്ടോ, അവരെവിടെ ഉണ്ട്. ആ വഴി ഒന്ന് പോയി നോക്കല്ല. തെങ്ങുകൾ ഇങ്ങനെ വരിയായിട്ട് അവിടെ വെച്ചേക്കുന്നുണ്ട് ബീച്ചിൽ. അടിപൊളി. ആമി വാ, അമ്മ ഉറങ്ങിയാ? കുറച്ച് നേരം ഹാപ്പിയാ? ഇറങ്ങിയപ്പോൾ എനർജി കിട്ടിയാ? ഇടുക്കി വാമി. സൈഡിലൊക്കെ ആൾക്കാർ സൈക്കിളിലൊക്കെ പോവും. ബോളൊക്കെ ഉണ്ടെന്ന് ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ. കളിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ആൾക്കാർ ഇരിക്കുന്നുണ്ട് കുറേ പേര്. നല്ല വൈകില്ല, എന്നാലും ആൾക്കാർക്ക് ഇതൊക്കെ ഇഷ്ടമാണ്, രസമാണ്. ഈ വഴി കൂടെ കുറച്ച് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ നടക്കാണ്. അവർക്കൊന്ന് വിളിക്കണം, ഒന്ന് വിളിച്ചു നോക്കാം അവർക്ക് എവിടെയാണെന്ന് അറിയാലോ. ഇതൊക്കെ പബ്ബുകളൊക്കെയാണ് നിറയെ. പബ്ബുകളുടെ കളിയാണ് വേണ്ടത്. പാട്ടൊക്കെ വെച്ചിട്ട് ആൾക്കാർ അടിച്ചുപൊളിച്ചിരിക്കുകയാണ് ഇവിടെ. അടിപൊളി ബീച്ചല്ലേ? ആൾക്കാർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അയ്യോ, അവിടെ ഒരു കപ്പൽ കാണാണ്ട് അറ്റത്ത്. നമുക്ക് ഇവിടുന്ന് നാരങ്ങ വെള്ളം കിട്ടും, നോക്കാം. വാ, നാരങ്ങ വെള്ളം കുടിക്കില്ല മൂല്? നാരങ്ങ വെള്ളം. അറ്റത്തൊരു ബോട്ട് കൊണ്ടിട്ട് നല്ല കത്തിച്ചിട്ട്. വാവ്,
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹോ ഹരേ കൃഷ്ണ. ഓ നല്ല നായക്കുട്ടി. ഹരേ രാമ ഒന്നുണ്ട്. ഹരേ രാമ ഹരേ കൃഷ്ണ വരുന്നുണ്ട്. നമുക്ക് പോലെ ഇത് എങ്ങനെ ബീച്ചിൽ കൂടെ പോണോ? ആമീനെ പിടിക്കാൻ മൂലേ നമ്മളിനി റോഷേട്ടൻ്റെ അടുത്തേക്ക് പോവാണ്. അമ്പോ ആ ഭാഗം കണ്ടു. ആ നടുക്കിലിരിക്കുന്ന ആൾക്കാർക്ക് നല്ല ലൈറ്റ് സൂര്യൻ്റെ പ്രകാശം. നമുക്ക് ഞങ്ങൾ കാണുന്നല്ലോ. വാ ഈ കുട്ടികളൊക്കെ വണ്ടി ഓടിച്ച് വരുന്നുണ്ട് ഇവിടെ. സെറ്റ് നോക്ക് അവിടെ നോക്ക്. അവിടെ കിളികൾ നോക്ക്. കിളികൾ അടിയിൽ വന്ന് നിൽക്കണ്. ആ നൈസ്. കിളികൾ ഇങ്ങനെ അടിയിൽ അടിപൊളിയായിട്ട് നടക്കുന്നു. കണ്ട ഇവരിയ്ക്കണ ഭാഗം നോക്കിയൊക്കെ. പക്ഷെ എൻ്റെ അമ്മ അവിടെ മാത്രം സൂര്യപ്രകാശം ആ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ. അതുകൊണ്ടാണ് അവർക്ക് ആ ഭാഗത്തൊരു കളർഫുൾ കളർ. നിറയെ കിളികള്. അവന്മാര് ഡേഞ്ചറായിട്ട് കിളികള് നമ്മുടെ ഭക്ഷണമൊക്കെ എടുത്ത് റാഞ്ചി പോവും. നല്ല മൂലിക്കുണ്ടായത്. നേരെ ഒരു കാക്ക വന്നിട്ട് അവിടുന്ന് അലിഗേറ്റർ ഷോന്റെ ഇടയില് പാവം മൂല്യ. ആഹാ സൂര്യൻ ആണോ? ഓക്കെ അയ്യോ ഓക്കെ ഓക്കെ. ബീച്ച് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കിടക്കാണ്. അവിടെ ഒരു ബോട്ട് പടക്കാണ്. നല്ല പടപടക്കുണ്ട്. ഇപ്പോൾ സൂര്യൻ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് സന്തോഷിപ്പിക്കുമ്പോൾ ഒരു സുഖല്ലേ. അടിപൊളി സീനറി കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഒരു രക്ഷയില്ല. എൻ്റെ അമ്മേ അടിപൊളി വ്യൂ. റോഷേട്ടനെ തപ്പി നടക്കുകയാണ് നമ്മള്. റോഷേട്ടൻ എവിടെയുണ്ട്? കെയർഫുള്ളായിട്ട് പോണം ആമി. ആമിക്കുട്ടാ ആമി ആ റോഷങ്ങളെ കാണണം. വാ 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 ചേട്ടൻ്റെ അടുത്തേക്ക് വാ വാ വാ. സ്ഥലം നോക്കി നോക്കൂട്ടാ. സൂര്യൻ അടിച്ചിട്ട് ആ ബിൽഡിംഗ് ഇങ്ങനെ തിളങ്ങി നിൽക്കണ്. അമ്പോ ഒരു രക്ഷയില്ല. ആ ബിൽഡിങ്ങിൻ്റെ തലക്ക് സൂര്യൻ അടിച്ചുകൊണ്ടിരിക്കുക. കളറ് മാറുന്നുണ്ട് ആകാശത്തിൻ്റെയും. എത്ര പല ലെയറുകൾ പോലെയുണ്ട് ആകാശം. എന്താണ് അവർ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. റോഷേട്ടനെ ഏകദേശം നമ്മൾ കണ്ടെടുത്താറായി. ഇനി 4 മിനിറ്റ് നടക്കാണ്ട്. വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഫുൾ അടിപൊളി കപ്പലവിടെ അവിടെ ഉണ്ട്. അടിപൊളി വ്യൂ. ആമിക്കുട്ടാ ഇടുക. മൈ ആമി. മയാമിക്ക് അവള് പേരിട്ടുട്ടാ മൈ ആമി. അയ്യോ കടലമ്മ കള്ളിന്നൊക്കെ എഴുതി വെച്ചാലോ. അപ്പൊ എന്തായാലും വരും ഇങ്ങോട്ട്. എൻ്റെ കാലിൻ്റെ അടുത്ത് വരെ എത്തി. ആ വന്നേ. അയ്യോ ആമി മൊത്തം വെള്ളത്തിലാണ്. അല്ലേ നല്ല ഫീലാട്ടോ. അതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാറില്ല. അടിപൊളി രസമുള്ളൊരു ടൈമിങ്. ഇപ്പം ചൂടൊക്കെ പോയി. എന്ത് രസം. ആകാശത്തിൻ്റെ കളറ്. ഛേ അങ്ങനെ കണ്ടെത്തി. അവസാനം നമ്മൾ വീഡിയോയിൽ അവരെ കണ്ടെത്തിയിരിക്കുന്നു. നിനക്ക് ഇഷ്ടമായി? എങ്ങനെയുണ്ട് മയാമി ബീച്ചിന്റെ ഈ സ്ഥലം? സൂപ്പറല്ലേ? അതെ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ മയാമി ബീച്ചിന്റെ ഈ അറ്റ്മോസ്ഫിയർ? ഇഷ്ടമായില്ലേ? ആ അല്ല 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 ഇത് വേറെ രസം. അല്ല ഇവിടെ അല്ല ശരിക്കും എന്താ വെച്ചാലേ സൗത്ത് ബീച്ചിൽ ആക്ടിവിറ്റീസ് ഉണ്ട് കുറെ. അല്ല ആക്ടിവിറ്റീസ് ആണ് നല്ലത് വെച്ചാൽ അവിടെയാണ് നല്ലത്. ഇവരുടെ പ്രായത്തിലാണ് ഞാൻ ഇതേപോലെ അതല്ലേ അടിപൊളി.
നൈസ്. നമ്മൾ ഈ ബീച്ചിൽ നിന്ന് വിട പറയണ, മയാമി ബീച്ചിൽ നമ്മൾ വിട പറയണ. അപ്പൂനെ ഞങ്ങള് ബൈ 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 ബൈ. 5:55 സമയം. നമ്മളിവിടുന്ന് ഇറങ്ങായി. അടിപൊളി, നല്ല ലൈഫ് എൻജോയ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് പോകാൻ വിചാരിച്ചു. മയാമിയിൽ എത്തിയിട്ട് ഇവിടുന്ന് കഴിച്ചു പോയില്ലെങ്കിൽ മോശമല്ലേ, ഇത് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവരും ഇങ്ങനെ സെറ്റാണ്. അവിടെ കാലൊക്കെ കഴുകാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അവിടെ മണലൊക്കെ കളയാൻ വേണ്ടിയിട്ട് കാണാൻ അവർ നിൽക്കണത് ഇവിടെ നിൽക്കണം. അടിപൊളിയാണ്. ഈവനിങ് ആണ്. നമ്മുടെ രാത്രി ഏകദേശം സമയം 6 മണി ആയിട്ടില്ല കേട്ടോ, 6:04. ആ വ്യൂ ആണിത്. നൈസ് വ്യൂ ആണ് കേട്ടോ. താങ്ക് യു. ഫുഡ് പേർക്ക് നൈസായിട്ട് വന്നുകൊണ്ടെങ്കിൽ ഇതെന്താണ്? ചിക്കൻ സ്ക്യൂവർ. ഓക്കെ, ഇതോ? ഓക്കെ. ഓ, മീശമാധവൻ. ആമിക്കുട്ട ഇഷ്ടായ? ചോദിച്ചു എല്ലാവർക്കും സെറ്റ്. ഇതിന്റെ പേരെന്ത് പറയോ? ഗാർലിക് പ്രശ്നമാവോ? റൈസ് ഉണ്ട്. ഇറങ്ങായി. ഏകദേശം സമയം 7:13. നമ്മൾ മയാമി വിടുകയാണ്. നാളെ കിയോസ്റ്റിക്ക് ഉള്ള പരിപാടിയാണ്. നോക്കാം. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. റോഷേട്ടൻ്റെ നമ്മുടെ എക്സ്പെഡിഷനിലാണ് റോഷേട്ടൻ വന്നത്. അതുകൊണ്ട് വണ്ടിയിലാണ് നമ്മൾ തിരിച്ചു പോണേ. നമ്മുടെ വണ്ടി എത്തിയേ. നമ്മുടെ കാൻസസ് വണ്ടി. യെസ് യെസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. സമയം 7:58 ആയിട്ടുള്ളൂ കേട്ടോ. നേരത്തെ എത്തി. നമ്മൾ നേരത്തെ എത്തി. നേരത്തെ എത്തി.